അരിമാവ് അരച്ചുകൊണ്ട് വന്ന് ഇഡ്ഡലി മാവിൻ്റെ എൻഡിൽ അരയ്ക്കണം. ഇത്രയും മതിയാകും 10 പപ്പടത്തിന്. കണ്ടോ, ഈ അളവിൽ. ഇച്ചിരി കട്ടിയാണെന്ന് തോന്നുന്നു. സ്വല്പം വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. പിന്നെ 2 സ്പൂൺ മുളക് പൊടി, സ്വല്പം മഞ്ഞൾപ്പൊടി, കായപ്പൊടി, അതൊരു 1/4 സ്പൂൺ ഇട്ടാൽ മതി. നല്ല ജീരകം, അതൊരു കുറച്ചിടുക. എള്ള, കറുത്ത എള്ള, അത് കഴുകിയെടുത്ത് അഴുക്കുണ്ട് അതിൽ. എല്ലാം കൂടി കലക്കുക. വെള്ളം പോരാ, കുറച്ചുകൂടി വെള്ളം എടുക്കാം. ഒരു പൊടി ഉപ്പ്, കൂടുതൽ ചേർത്താൽ ഉപ്പ് കൂടും. പൊടി ഉപ്പ് മതി. കണ്ട, ഇതാണ് പാകം. ഈ പപ്പടം ഉണക്കി വച്ചിരിക്കുന്നത് ഒരു കുത്തിട്ട് ഊട്ടയിടാം, ഇല്ലെങ്കിൽ ചൊള്ളയ്ക്കും. വലിയ പപ്പടം കിട്ടും. ഇത് ചെറിയ പപ്പടമാണ്, വലിയ പപ്പടമല്ല, ചെറിയ പപ്പടമാണ്. വലുതും കിട്ടും. ഒരു ഊട്ടയിട്ടിട്ട് ഇടാം, അല്ലെങ്കിൽ ചൊള്ളച്ച് പോവും. ശരി, ഇനി ചെയ്യുമ്പോൾ കാണിക്കാം. ഞാൻ ഓയിൽ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഒരുപാടില്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണ എടുക്കുന്നില്ല. പപ്പടം പോലെ എളുപ്പമാകത്തില്ല, മാവുള്ള കാരണം താമസിക്കും. നമുക്കത് തിരിച്ചിടാം. ഇനി നമ്മളുടെ പപ്പടവടയെല്ലാം റെഡിയായി. 10 പപ്പടവടയാണ് ഉണ്ടാക്കിയത്. 10 എണ്ണം. എല്ലാം നല്ല ഭംഗിയായിട്ടിരിക്കും. നമ്മുടെ പപ്പടവട റെഡിയായി. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് പറയുക. നല്ല മൊരിമൊരാന്നുള്ള പപ്പടവട 4 മണി ചായക്ക് കഴിക്കാൻ പറ്റിയത്. താങ്ക് യു.